ഒറ്റൊഴി ഇത് എൻ്റെ മേത്ത് വീണ എൻ്റെ സ്വഭാവം മാറും. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് കളങ്കാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. സോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആരാ? ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. ഡെബ്യൂ ഡയറക്ടറാണ്. ഫസ്റ്റ് മൂവിയാണ് പുള്ളിയുടെ. പക്ഷെ കണ്ട പറയില്ല, ഫസ്റ്റ് മൂവിയാണ്, ഒരു പ്രൊഫഷണൽ സാധനം. അതെ അതെ അതെ, അത് മാതിരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു എന്താ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പിടിച്ചിരുത്തിയ ആൾക്കാരെ. നമ്മൾ ഫസ്റ്റ് ഹാഫില് ഒരു അതില് കൊണ്ട് നിർത്തും. ഹുക്കിംഗ് ആണ് സീൻ തന്നെ ഭയങ്കര. അടുത്തെന്താ നമ്മൾ ഭയങ്കര, അത് മമ്മൂട്ടി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടി ഇതുവരെ. സത്യം പറഞ്ഞാൽ അതാണ് ആ മൂവിയുടെ ഒരു ഹൈലൈറ്റ് തന്നെ. അത് വില്ലൻ ഇതുവരെ അഭിനയിക്കുന്ന ഒരു ഹീറോ, മെഗാ സ്റ്റാർ പോലത്തെ ഒരു ഹീറോ പെട്ടെന്ന് വില്ലനായി അഭിനയിക്കുമ്പോൾ പുതുമുഖം അല്ലെ, പുതുമുഖമാണ്. അതൊരു ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. അത് വിനായകൻ ഇപ്പൊ എല്ലാ മൂവീസിലും വില്ലനും ഇടയ്ക്ക് കോമഡി റോൾസും ചെയ്യാറുണ്ട്. അത് മമ്മൂട്ടി വില്ലനും വിനായകൻ ഹീറോ ആകുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക്. എന്താ എവിടെ ആരുടെ സൈഡാ നമ്മൾ നിൽക്കാന്നൊക്കെ എക്സൈറ്റ്മെന്റ് നമുക്ക്. അത് മെയിൻറ്റെയിൻ ചെയ്തു. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എല്ലാരും. അത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് എന്താ പറയാ, അഭിനയിക്കുകയാണോന്ന് തന്നെ തോന്നുന്നു. അതെ അതെ, ഇവര് വിനായകൻ എന്നുള്ള വ്യക്തി മമ്മൂട്ടിയാണെന്ന് മറന്നു പോയിട്ട് നമ്മൾ അവരെന്ത് റോളാ ചെയ്യുന്നത്, ലൈക് ലിറ്ററലി അവരതാന്ന് നമ്മൾ ബിലീവ് ചെയ്യാം. അതെ അതെ അതെ, ത്രൂ ഔട്ട് ദ മൂവി. പിന്നെ ഇമാതിരി സൈക്കോ പാത്ത് കില്ലർ എന്ന് വെച്ചാൽ നമ്മള് അല്ലേ ഈ അടുത്തിടയ്ക്കൊന്നും അങ്ങനത്തെ ഒരു മൂവി സൈക്കോ പാത്ത് മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. അത് മെയിൻ ഹീറോയിന് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം അല്ലേ. അത് പുള്ളി ആ സ്ക്രിപ്റ്റ് ഏറ്റു വായിക്കാനും അതില് പുള്ളി വില്ലൻ റോള് ചെയ്യാൻ സമ്മതിച്ചതും അത് ഇത്ര കൺവിൻസിങ് ആയതും അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. പിന്നീട് നോക്കിയപ്പോ സൈനയുടെ മോഹൻ അങ്ങനെ എന്തോ ആണ്. അതെ അതെ അതെ, അത് പണ്ട് നടന്നൊരു കഥയാണ് എന്ന്. പിന്നെ എന്താ പറയാ, വൾഗാരിറ്റീസ് ഒന്നുമില്ല മൂവിയില്. നീറ്റ് വാച്ച്, എല്ലാവർക്കും എല്ലാ ഏജുകാർക്കും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു മൂവി. എന്നാ അതിന്റെ കോർ എന്താന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ പിടിച്ചിരുത്തി എന്നാണ് ഈ മൂവിയുടെ പ്രത്യേകതയായിട്ട്. അവര് രണ്ടുപേരും കട്ടയ്ക്ക് അഭിനയിച്ചു. ഒരു സീനൊക്കെ ഉണ്ട്, അതായത് നമ്മള് ചില സീനില് ആൾക്കാരെ കൈയടിച്ചു. പിന്നെ ഏതാന്ന് പറയുന്നത് നമ്മള് സ്പോയിലേഴ്സ് അലേർട്ട്. ക്ലൈമാക്സിൽ ഏകദേശം എത്തുന്ന സമയത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെ, ബേസിക്കലി അപ്പൊ തിയേറ്റർ മൊത്തം കൈയടിച്ച്. അതായത് പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടാവും, കള്ളനെ പിടിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം അത് ആ ഒരു പെട്ടെന്ന് റിവീൽ ചെയ്യുമ്പോൾ അവിടെ മൊത്തം. അതെ 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 അതെ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആ പാട്ട്, നിങ്ങളൊക്കെ കാണുന്ന ആ പാട്ടിലാണ് ഈ മൂവി മൊത്തം ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ആദ്യം മുതൽ അവസാനം അല്ലേ. ചില സീൻസ് ഒക്കെ പക്ഷെ പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് ഒരു സിനിഫൈൽ എന്ന നിലയ്ക്ക് അങ്ങനെയല്ല, പ്രഡിക്റ്റ് ചെയ്തു ഞാൻ ഒരു സീൻ മാത്രം. അതെ അതെ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഒരു റിവ്യൂ നമ്മൾ കേട്ടപ്പോ സെക്കൻഡ് ഹാഫില് അല്ലേ നെഗ് അടിച്ചു. പക്ഷെ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എനിക്ക് ഭയങ്കര അതെന്ത് ഈ മൂവി തീരല്ലേന്ന് ലാസ്റ്റേക്ക് ഇപ്പൊ തോന്നിപ്പോയി അല്ലെ. ഇങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് തീരല്ലേന്ന് തോന്നിപ്പോയി ഒരു മൂവി. ലൈക്ക് ആ വിഷ്വലും എല്ലാം അടിപൊളിയായിരുന്നു. വിഷ്വൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആ മൂവിക്ക് പറ്റിയ ടൈപ്പ്. അതായത് ഓവർ ദ ഇതിലേക്ക് വന്നില്ല. മൂവിക്ക് ഇങ്ങനെ എന്താ പറയാ അസിസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു BGM, എക്സെപ്ഷൻ നല്ല നല്ല BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ, എന്താ പറയാ നമ്മളെ ത്രില്ല് ചെയ്തിക്കൊണ്ടിരിക്കുക. സൈക്കോ ത്രില്ലർ എന്ന് തന്നെ പറയാം അല്ലേ. ഒരു തവണ കൂടെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കൊണ്ടുപോകും. ഒരു തവണ കൂടെ കാണാം, അതിന് നമുക്ക് കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. അല്ല എനിക്ക് ആദ്യമായിട്ടെന്നല്ല, ചില മൂവീസ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കുമ്പളെങ്ങനെ വെച്ചാൽ എനിക്ക് ഏകദേശം ടൈപ്പായിരുന്നു. ലൈക്ക് എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല, ഒരു ബോറടി ഫീൽ ചെയ്യുന്നില്ല. മെയിൻലി ഇതിൽ പറയാനുള്ളത് പെർഫോമൻസ് ആണ്. അതെ, രണ്ടുപേരും അടിപൊളിയാണ്. എല്ലാവരും എല്ലാ ഫസ്റ്റ് സീൻ തൊട്ട് എൻഡ് വരെ നമ്മൾ പെർഫോമൻസ് വൈസ് അവരുടെ ഇങ്ങനെ പെർഫോമൻസ് കണ്ട അഭിനയം
കോട്ടുവായോ അങ്ങനെ ഒന്നും ഫീൽ ഇല്ല. എനിക്ക് ഇന്റർവെൽ ആയപ്പോഴും വിഷമായി, അയ്യോ ഇനി ഇന്റർവെൽ അല്ലേ എന്നുള്ള പോലെ ഒരു ഓവറാക്കാണ്. ജനുവിൽ എനിക്ക് ഫീൽ ചെയ്തതാ. ലൈക്ക് ആ വിഷ്വൽസിൽ നമ്മളിങ്ങനെ ഒരു കീ ഹോളി കൂടെ നമ്മൾ അവരുടെ ലൈഫ് വായിച്ചൊരു ഫീൽ എനിക്ക് ഫീൽ ചെയ്തത് അല്ലേ. ഇങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അടുത്തെന്താ അങ്ങനെ അങ്ങനെ അങ്ങനെ. അതൊരു നല്ല തീമായിരുന്നു, നല്ല പടമായിരുന്നു. തിയേറ്റർ വാച്ചാണ് മിസ്സാക്കരുത് കേട്ടോ. നെഗറ്റീവ് ഡിഗ്രേഡിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് മട്ട് നിങ്ങളത് കാണാണ്ടിരിക്കല്ലേ. കണ്ട് ഇഷ്ടപ്പെട്ട നല്ലതായിട്ട് നമുക്കൊരു 100 കോടി കിടക്കട്ടെ. ഫസ്റ്റ് മമ്മൂക്കാടെ 100 കോടി ഇപ്പൊ 29 കോടി ക്ലബെന്ന് കാണുന്നു. ഇപ്പൊ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാരും പോയി ഇരുന്ന് കണ്ടാൽ എന്തായാലും 100 കോടി കിടക്കാനുള്ള പടം ഉണ്ട്. ഇപ്പൊ പുള്ളി മമ്മൂട്ടി കമ്പനി കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ടച്ച് ഉള്ള മൂവീസ്. ഇപ്പൊ റോഷാക്ക് എടുത്ത് പറയാനാണെങ്കിലും നമ്മുടെ എന്തായാലും വേറെ ഒരു ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പടങ്ങള് മറ്റേത് ഗൈസ് ആദ്യത്തെ സീന് ആദ്യത്തെ സീന് കൊതുകിനെ കൊല്ലാൻ പോലും ആദ്യമൊക്കെ കൊല്ലുമ്പോൾ സുഖം എന്താ പറയുക, അതുപോലെ തന്നെ മനുഷ്യന് ഭയങ്കര സിമ്പിളാണ്. അപ്പൊ ഈ അടുത്തിറങ്ങായിട്ട് മമ്മൂട്ടി കമ്പനി ഇറക്കിയ എല്ലാ പടങ്ങളും കുറച്ച് റിയലിസ്റ്റിക്കും കണ്ടിരുന്നു ഹുക്കിംഗ് പടങ്ങളാണ്. കണ്ണൂർ സ്ക്വാഡ് ആയാലും പിന്നെ നൻപകൽ നേരത്ത് പിന്നെ എന്താ ആ പടങ്ങളെല്ലാം. പക്ഷെ ഞാൻ ഇതിന്റെ പ്ലോട്ട് സത്യം പറഞ്ഞ ഒരു ക്ലീശ പ്ലോട്ടാണ്. അതായത് നമ്മളിങ്ങനെ ഒരു ക്രൈം അല്ല, അത് പറഞ്ഞ സ്പോയിലറായി പോലെ ക്ലീശ പ്ലോട്ടാണ്. പല സിനിമകളും ഏതാണെന്ന് എനിക്ക് എടുത്തു പറയാൻ ഓർമ്മയില്ല. അന്ന് പല സിനിമകളും നമ്മളത് കണ്ടിട്ടുണ്ട്. അന്നാ ഇത് അവരെ അവതരിപ്പിച്ച രീതി, അതായത് നമ്മൾ പറയില്ലേ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കാന്ന് പറയില്ലേ, സാധനം അത്. പക്ഷെ അത്ര ഹിറ്റ്, പുതിയ കുപ്പി അടിപൊളിയായിരുന്നു. എടുത്തു വെച്ചിരിക്കുന്ന രീതി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ തൊട്ട് ത്രില്ലിങ്, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ, നമ്മളെ പിടിച്ചിരുത്തി ലാസ്റ്റ് വരെ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ അഭിനയം പെർഫോമൻസ് വൈസ് പറയാനില്ല, നമ്മൾ പിന്നെയും പറഞ്ഞു വരികയാണ്. പെർഫോമൻസ് വൈസ് രണ്ടുപേരും അതായത് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോയി. അല്ല, ജീവിച്ച് അഭിനയിക്കുകയാണോ നമുക്ക് തോന്നിപ്പോയി. അഭിനയിച്ച് ജീവിക്കാന്ന് തോന്നിപ്പോയി. അമ്മാതിരി മമ്മൂട്ടിയൊക്കെ ഈ പ്രായത്തെ എടുത്തു വെച്ചിരിക്കുന്ന. അതല്ല, മമ്മൂട്ടി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അതായത് ഈ ക്യാരക്ടർ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ്, ഈ സിനിമയെ കുറിച്ച് പുള്ളി പറഞ്ഞ ഈ ക്യാരക്ടർ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പക്ഷെ ഇത് നിങ്ങളെ വിട്ടു പോകൂലെന്ന്. സത്യം. ഇത് ഇന്നലെ മൊത്തം മമ്മൂട്ടിയുടെ ഓരോ ഫോട്ടോ ഇത് നോക്കി നല്ല ഭയങ്കര ടോമ ആ ക്യാരക്ടർ. അല്ല, അത് മമ്മൂട്ടി സെലിബ്രിറ്റി, ഇതിലൊരു സ്റ്റാർ ആയിട്ടല്ല, സൂപ്പർ സ്റ്റാർ ആയിട്ടല്ല, പുള്ളി എന്നൊരു ആക്ടറാണ് ഇതില് ശരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. വെറുക്കും അത് പുള്ളിയുടെ അഭിനയത്തിന്റെ ഒരു കഴിവ്. ആൾക്കാർ വെറുക്കും, അത്ര വെറുത്തിരിക്കും. അതായത് ഇമ്മാതിരി സൈക്കോപാത്ത് ഇത് കണ്ടിട്ടില്ല. അത് പിച്ചക്കാരെ പോലും വെറുതെ വിടുന്നില്ല, പിച്ചക്കാരെ പോലും. തിയേറ്റർ മസ്റ്റ് വാച്ചായിരുന്നു, മിസ് ആക്കരുത്. ഇപ്പൊ തന്നെ എല്ലാരും പോയി. അങ്ങനെ നമ്മുടെ ഹൗസ്ഫുള്ളായിരുന്നു, എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പടമാണ് ഇപ്പോഴുള്ളതില്. അപ്പൊ ഇനി ഇങ്ങനത്തെ നല്ല സ്ക്രിപ്റ്റുകളൊക്കെ വരട്ടെ അല്ലെ, അതും നല്ല എൻഗേജ് ചെയ്ത് അടിപൊളി, നമ്മുടെ പൈസ വസൂൽ അല്ലേ. സൂപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണാം, എൻജോയ് ചെയ്യാം. ഇതാണ് വിനായകനോട് ഭയങ്കര ഇഷ്ടം തോന്നാ അല്ലേ. പുള്ളി ഇടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതോടെ നമ്മള് പുള്ളിയൊന്നും അഭിനയം അവര് ഇങ്ങനെയൊക്കെ തന്നെ. ഈ ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്താലും മമ്മൂട്ടിയാ. മമ്മൂട്ടിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്തത്. പിന്നെ എപ്പോഴും നമ്മള് നെഗറ്റീവ് ക്യാരക്ടറിലെ പ്ലേസ് ചെയ്യുക വിനായകനെ, പക്ഷെ ആ വ്യക്തിക്കും നല്ലത് ചെയ്യാന്നൊക്കെ പറയുമ്പോ ഒരു ഹീറോയിക് റോൾ. അതാണ് ഹൈലൈറ്റ്. ആൾക്കാർ ഇതിൽ തന്നെ കാണാൻ പോകും, ഇതിനു വേണ്ടി കാണാൻ പോകും. കാരണം ഇന്നേ വരെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് ഈ ക്യാരക്ടർ എക്സ്ചേഞ്ചിൽ വരുന്നത്. രണ്ടുപേരും നമ്മള് വിചാരിക്കാത്ത ക്യാരക്ടറിലാണ് ഇരിക്കുന്നത്. മമ്മൂട്ടി ഇപ്പൊ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് അവരെ എന്താ പറയാ, അത് വിനായകൻ വില്ലൻ, മമ്മൂട്ടി ഹീറോ, എപ്പോഴും അവരങ്ങനെ ചിന്തിക്കാം. ഇതില് പക്ഷെ ലൈക്ക് ഓപ്പോസിറ്റ് ഐഡിയ കൊണ്ടുവന്നപ്പോ അത് അടിപൊളിയായി. കുറച്ച്
മാറി ചിന്തിച്ചു. അതെ. അപ്പോൾ ഗൈസ് അത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നാളെ ഇല്ല അടുത്ത മൂവി ഇറങ്ങുമ്പോൾ അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.